ഹലോ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ജോമോൻ്റെയും ഷെറിൻ്റെയൊക്കെ കാര്യങ്ങൾ എല്ലാം മൊബൈലിൽ നിന്ന് അറിഞ്ഞിരിക്കുകയാണ് രേവതിക്കുട്ടിയും അതുപോലെ ഗ്രേസമ്മയും. എല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കാരണം ജോമോൻ മരിക്കുന്ന സമയത്ത് ഷെറിൻ ഗർഭിണിയായിരുന്നു എന്നുള്ള ആ ഒരു ന്യൂസ് അവരെ അത്രയും വേദനിപ്പിക്കുകയാണ്. കാരണം പിന്നീട് ഷെറിനെ പറ്റി കൂടുതലൊന്നും അന്വേഷിക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. ജോമോൻ മരിച്ച സമയത്തും ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തൊക്കെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കുഴപ്പം ഉണ്ടാവില്ല മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മരിച്ച സമയത്ത് ഇവിടെ കിടന്ന് തല തല്ലി കരയായിരുന്നു ആ പാവം. അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാണ് ഗ്രേസമ്മ. രേവതിക്കുട്ടിയാണെങ്കിൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ ആകെ അങ്കലാപ്പിലാവുക കേട്ടോ. രേവതിക്കുട്ടി ഗ്രേസമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ആകെ വിഷമത്തിലാവുകയാണ്. അതേസമയം മാമച്ചാൻ വീട്ടിലില്ല. മാമച്ചാൻ ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ സങ്കടം ഒന്നും ഒരു വിഷമം പറഞ്ഞ് സങ്കടം പറഞ്ഞ് ഒരു റിലാക്സേഷൻ കിട്ടാൻ പോലും ആളില്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ സങ്കടമാണ്. അപ്പോൾ രേവതിക്കുട്ടി മാമച്ചാനെ വിളിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അങ്കിൾ എവിടെ എത്തിയാവോ? അങ്കിള് അവിടെ പോയതല്ലേ അങ്കിളിൻ്റെ സഹോദരിയുടെ വീട്ടിൽ, ഇനിയിപ്പോൾ അവരൊക്കെ കൂടി ആയിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അല്ലേ ആൻറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആവോ അറിയില്ല, ചിലപ്പോൾ വരുമായിരിക്കും എന്നൊക്കെ പറയണേ ഗ്രേസമ്മ. എന്നാലും ഇതൊന്നും അറിയാതെ പോയല്ലോ മോളെ, നീ ഉണ്ടായത് കൊണ്ടല്ലേ ഇതൊക്കെ കണ്ടെത്തിയത്. അല്ലെങ്കിൽ ഞങ്ങൾ ആ റൂമിലേക്ക് കയറുമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാനും പോകുന്നില്ല. ഇപ്പോൾ തോന്നുന്നു കുറച്ച് നേരത്തെ തന്നെ അവൻ്റെ റൂമിലൊക്കെ കയറി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഷെറിനും മോള് ഒരു പക്ഷേ ഇന്ന് ഇവിടെ ഉണ്ടായേനെ. ഷെറിനും അവൾ പ്രസവിച്ച കുഞ്ഞും ഇന്ന് ഇവിടെ ഉണ്ടായേനെ. അവൾ പ്രസവിച്ചിട്ടുണ്ടാവോ? അത് ആൺകുഞ്ഞായിരിക്കോ പെൺകുഞ്ഞായിരിക്കോ ഒന്നും അറിയില്ലല്ലോ മോളെ എന്ന് പറയുമ്പോൾ സാരമില്ല ആൻറ്റി, നമുക്ക് നോക്കാം, അന്വേഷിക്കാം, നമുക്ക് ഒരു ദിവസം ഷെറിൻ ചേച്ചിയുടെ വീട്ടിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഗ്രേസമ്മയെ രേവതിക്കുട്ടി. അങ്ങനെ പക്ഷേ ഗ്രേസമ്മയ്ക്ക് ഒട്ടും ആശ്വാസമൊന്നും ആവുന്നില്ല. കാരണം ഇനി എന്ത് ചെയ്യും, എങ്ങനെ കാര്യങ്ങൾ അറിയും? ഇനിയിപ്പോൾ അവളുടെ വീട്ടിലേക്ക് ചെന്നാൽ തന്നെ എന്തായിരിക്കും അവരുടെ പ്രതികരണം? ഇക്കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ എന്താണെങ്കിലും അവരറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരെന്തായിരിക്കും തീരുമാനം എടുത്തിട്ടുണ്ടാവുക? ആ കുഞ്ഞിനെ ഷെറിൻ പ്രസവിച്ചിട്ടുണ്ടാകുമോ? അതല്ല ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് ഷെറിനെ വേറെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനാണ്. ഭയങ്കര കുറ്റബോധം തോന്നുകയാണ് ഗ്രേസമ്മയ്ക്ക്. ഇത്രയും നാളും ഞാൻ അവളെ പറ്റി ഒന്ന് ചിന്തിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. ഞങ്ങളുടെ മോൻ പോയില്ലേ, പിന്നെ അതിൻ്റെ പുറകെ അന്വേഷിക്കാൻ പറ്റിയ സാഹചര്യം അവസ്ഥ ഒന്നും ആയിരുന്നില്ല എൻ്റേത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മനു വീട്ടിലേക്ക് എത്തുന്നതാണ്. മനു വീട്ടിലേക്ക് എത്തുമ്പോൾ കമല വന്ന് ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനുവിനെ കണ്ടപ്പോൾ മനു ഇങ്ങനെ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കമലയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. കമലയ്ക്ക് ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. നിൻ്റെ കൂടെ അനന്യ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് കമല. അപ്പോൾ തന്നെ കേട്ടോ ഉണ്ടായിരുന്നു. മമ്മി എങ്ങനെ അറിഞ്ഞു? അനന്യയുടെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. നീ അവിടം വരെ പോയിട്ട് അവളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ആ വീട്ടിലൊന്ന് കയറാതെ ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ കയറാൻ സമയം ഉണ്ടായിരുന്നില്ല അമ്മ, അതുകൊണ്ടാണ് ഞാൻ കയറാഞ്ഞത് എന്ന് പറയാണ് മനു. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഇത്രയ്ക്ക് ധൃതി? ഇവിടെ വന്നിട്ട് നിനക്ക് എന്താ ചെയ്യാനുള്ളത്? ഒന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ കയറിയിട്ട് ഒന്ന് കുറച്ച് നേരം സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് പോന്നിരുന്നെങ്കിൽ അവർക്ക് സന്തോഷമാവില്ലായിരുന്നു എന്ന് ചോദിക്കണം. എൻ്റെ അമ്മയെ ഞാൻ വീട്ടിലേക്ക് വന്നല്ലേ ഉള്ളൂ, വീട്ടിലേക്കൊന്ന് കയറിക്കോട്ടെ, എനിക്കൊരു ഗ്ലാസ് ചായയെങ്കിലും തരുമോ? ബ്രേക്ക്ഫാസ്റ്റ് മര്യാദക്ക് കഴിച്ചില്ല, വരുന്ന വഴിക്ക് ഓരോ ബർഗർ വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു. അതും കഴിച്ചുകൊണ്ടാണ് ഇത്രയും നേരം ഇവിടെ എത്തിയേക്കുന്നത്. എനിക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും തരും അമ്മേ, വീട്ടിലേക്കൊന്ന് കയറട്ടെ ഞാൻ, എന്നിട്ട് ചോദ്യം ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ കമല മിണ്ടാതാവുക കേട്ടോ. അങ്ങനെ മനു വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോൾ എന്നാൽ അമ്മ പോയിട്ട് വന്നൊരു ഗ്ലാസ് ചായയോ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് വാ, ഞാൻ വീട്ടിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ, എന്നിട്ട് അമ്മയുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയാമെന്ന് പറയുമ്പോൾ, അല്ല മനു, നീ എന്നാലും അവിടെ വരെ വന്നിട്ടൊന്ന് കയറിക്കൂടായിരുന്നോ നിനക്ക്? അനന്യയുടെ മമ്മി വിളിച്ചിട്ട് എന്നോട് എന്തെല്ലാം പറഞ്ഞെന്നറിയാവോ? അത്ര ഇടം വരെ ചെന്നിട്ട് അവനൊന്ന് കയറിയില്ല, ഞങ്ങളെന്താ അന്യ ആൾക്കാരാണെന്നൊക്കെ ചോദിച്ച് എനിക്ക് ആകെ വല്ലാതായിപ്പോയി. നീ എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അമ്മേ, ഞാൻ പിന്നെ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഓരോന്ന് കഴിക്കാനൊക്കെ നിർബന്ധിക്കും, അപ്പോൾ ഒരുപാട് സമയം വൈകും എന്ന് പറയുമ്പോൾ നിനക്ക് ഇവിടെ വന്നിട്ട് എന്താണ് ഇത്രയ്ക്ക് അത്യാവശ്യം? വലിയ അത്യാവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരണ്ടേന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ വന്നിട്ട് എന്താ നിൻ്റെ അത്യാവശ്യം? അത്ര വലിയ അത്യാവശ്യമൊന്നും നിനക്കില്ലല്ലോ, അതുകൊണ്ട് അവിടെ കയറിയിട്ട് വന്നാൽ പോരായിരുന്നു എന്ന് വീണ്ടും ചോദിക്കുകയാണ് കമല. അമ്മ എനിക്കൊരു ഗ്ലാസ് ചായ തരുമോ? ഞാൻ ഒരുപാട് നേരമായി ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ദേ ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് കമല ചായ എടുക്കാനായിട്ട് പോവുകയാണ്. അതേസമയം അലീന
മനുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറഞ്ഞിട്ടാണ് അലീന മനുവിനെ വിളിക്കുന്നത്. അപ്പോൾ അലീന വിളിച്ചിട്ട് മനുവേട്ടൻ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട്, എന്തേ അലീന എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുത്തശ്ശി പറഞ്ഞിട്ട് വിളിച്ചതാണ്, മുത്തശ്ശിക്ക് മനുവേട്ടനെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറയണേ. ഞാൻ എന്നാൽ മുത്തശ്ശിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ മനുവിനോട് മുത്തശ്ശി പറയുന്നുണ്ട്, എടാ മോനെ എത്ര ദിവസമായിട്ട് നീ പോയിട്ട്, നീ എത്ര നാളായി എന്നെ കാണാൻ വന്നിട്ട്, നീ എന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇതേ മുത്തശ്ശി ഞാൻ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് മുത്തശ്ശിയെ കാണാനായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയണം കേട്ടോ. എന്നാൽ നീ വേഗം വാ, എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ മുത്തശ്ശി മനുവിനോട് പറയുന്നുണ്ട്. ഇതേ മോളെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അലീനയ്ക്ക് ഫോൺ കൊടുക്കുകയാണ് മുത്തശ്ശി. അലീന ഞാൻ വരുന്നുണ്ട് കേട്ടോ, ഇന്ന് ഞാൻ വരാം, ഞാൻ ഇതേ വന്ന് കയറിയതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് സംസാരിക്കണം. എന്നാൽ ശരി മനുവേട്ട എന്ന് പറഞ്ഞിട്ട് അലീന ഫോൺ കട്ടാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് അലീനയോട് സംസാരിച്ചുകൊണ്ട് നിന്ന് ഫോൺ കട്ട് ചെയ്യുന്ന സമയത്താണ് കമല മനുവിനുള്ള ചായ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ കമല ആകെ സംശയത്തോടെ ഇങ്ങനെ ഫോണിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. നീ ആരെ ഇപ്പോൾ വിളിച്ചത്, ഇപ്പോൾ ഇത്ര ധൃതിയായിട്ട് നീ ആരെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അലീനയാണ് വിളിച്ചത്, അലീനയോടെ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറയാട്ടോ. അലീനയോ? അലീനയെ വിളിക്കേണ്ട കാര്യം എന്താ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അലീന എനിക്കൊരു കാര്യം ഉണ്ടായിട്ട് വിളിച്ചതാന്ന് പറയാം. എന്നാലും നീ എന്തിനാ അവളെ വിളിക്കാൻ പോണത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ അവളെ വിളിച്ചതല്ല അമ്മേ, അവളെ എന്നെയാണ് വിളിച്ചത് എന്ന് പറയണേ. അവൾ നിന്നെ വിളിച്ചെന്നോ? കടപ്പാട്ടൂർ വീട്ടിലെ ഒരു വേലക്കാരിയായ പെണ്ണ് നിന്നെ വിളിക്കേണ്ട കാര്യം എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണ് അവൾക്ക്, എന്താണ് നിങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരുപാട് ആലോചിച്ച് കാട് കയറേണ്ട, മുത്തശ്ശി പറഞ്ഞിട്ട് അലീനയുടെ ഫോണിൽ നിന്ന് അലീന എന്നെ വിളിച്ചതാണ്, മുത്തശ്ശിയാണ് എന്നോട് സംസാരിച്ചത് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത്ര അത്യാവശ്യമായിട്ട് സംസാരിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിക്ക് ഒരു ഫോൺ ഉണ്ടായിരുന്നല്ലോ, അത് അമ്മയല്ലേ എറിഞ്ഞ് പൊട്ടിച്ചത്, അതുകൊണ്ടാണ് അലീനയുടെ ഫോണിൽ നിന്ന് മുത്തശ്ശി എന്നെ വിളിച്ചത് എന്ന് പറയണേ. അപ്പം കമലൊന്ന് പരങ്ങലിലാവുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കേണ്ട, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, എന്താണെങ്കിലും നിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് എടുത്ത് കളയുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ് കമല. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയണോ എടുത്ത് കളയണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യം ഞാൻ എടുത്ത് കളയത്തില്ല, ചീത്തതാണെന്ന് തോന്നുന്ന കാര്യം ഞാൻ എടുത്ത് കളയുകയും ചെയ്യും എന്ന് പറയുമ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ എന്താ അർത്ഥം വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മയ്ക്ക് ഇപ്പോൾ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അമ്മ ചായ ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് ആ ചായ വാങ്ങിച്ചുകൊണ്ട് മനു പോവാണ്. എടാ മനു നിൽക്ക്, ഞാൻ ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണം അമ്മ, ഞാൻ ഡ്രൈവ് ചെയ്ത് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ, ഞാനൊന്ന് കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞത് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. അമ്മയുടെ ചോദ്യങ്ങൾ ഒരിക്കലും തീരത്തില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് മനു. കമലയാണെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി തരാടാ, നിൻ്റെ മനസ്സിലെ ഉദ്ദേശമൊന്നും നടക്കില്ല, അവളെ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കും എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പിറുപിറുക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മേനെയും മാമച്ചാനെയും ഒക്കെ തന്നെയാണ്. അപ്പോൾ മാമച്ചായൻ്റെ സഹോദരിയും ഭർത്താവും മകനും കൂടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാമച്ചായൻ അവർ ഭയങ്കര സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മാമച്ചായൻ അവരെ കാണാനായിരുന്നു പോയത്. അപ്പോൾ അവർ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അവർ കൂട്ടി വന്നപ്പോൾ ഭയങ്കരമായിട്ട് സൽക്കരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഗ്രേസമ്മയും മാമച്ചായനും അവരെ സ്വീകരിക്കുന്നതൊക്കെ. അങ്ങനെ രേവതിക്കുട്ടിയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. രേവതിക്കുട്ടിയാണ് എല്ലാ ഭക്ഷണം ഉണ്ടാക്കുന്നതും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും മാമച്ചായനോടും ഗ്രേസമ്മയോടൊക്കെ വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുന്നതും ഒക്കെ ഇങ്ങനെ കാണുക കേട്ടോ. അതൊന്നും പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, മാമച്ചായൻ്റെ സഹോദരിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവളുടെ പെരുമാറ്റവും കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും ഒക്കെ രേവതിക്കുട്ടിയാണ്. കിച്ചണിലെ കാര്യങ്ങൾ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ മാമച്ചായൻ്റെയും ഗ്രേസമ്മയുടെ ഒക്കെ പേഴ്സണൽ കാര്യങ്ങൾ വരെ അവൾക്കറിയാം, അവളാണ് നോക്കുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ മാമച്ചായൻ്റെ സഹോദരിയാണെങ്കിൽ ഇതൊക്കെ നോക്കി വെച്ചിട്ട് ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് ഏതാ കുട്ടിയെന്ന് ആദ്യം ചോദിച്ചപ്പോൾ അവിടുത്തെ സെർവൻ്റാന്ന് പറഞ്ഞിട്ടുണ്ടായി. സെർവൻ്റല്ല, ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കുട്ടിയാണ്. അപ്പോൾ പറഞ്ഞു അത് സെർവൻ്റല്ലേ, നിങ്ങൾ എന്തിനാണ് സെർവൻറ്റിന് ഇത്രയൊക്കെ ഇത് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സെർവൻ്റായിട്ടല്ല, ഞങ്ങളൊരു മകളെ പോലെ തന്നെയാണ് കാണുന്നത്, അവൾ ഞങ്ങളെ അങ്ങനെയാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ അവർ പോവാൻ നേരത്ത് ഗ്രേസമ്മയോടും മാമച്ചായനോടും പറയുന്നുണ്ട്. ആ സമയത്ത് രേവതിക്കുട്ടി എന്തോ ഒരു കാര്യത്തിനായിട്ട് റൂമിലേക്ക് പറഞ്ഞയച്ചേക്കാണ് മാമച്ചായൻ സാധനം എടുത്തുകൊണ്ട് വരാനായിട്ട് കേട്ടോ. അപ്പോൾ കാറിൻ്റെ കീ അങ്ങനെ എന്തോ എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞയക്കുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അവളെ ബെഡ്റൂമിലോട്ടൊക്കെ പറഞ്ഞയക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവളെ അങ്ങനെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കുന്നത് നല്ലതാണ്, എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഫ്രീഡം കൊടുക്കൊന്നും വേണ്ട, അതിനെന്താ കുഴപ്പം, അവൾ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഗ്രേസമ്മ പറയുമ്പം ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, എങ്ങനെയുള്ളവളമാരാണെന്നൊന്നും അറിയാനൊന്നും പറ്റത്തില്ല, വീട്ടിൽ ഒരുപാട്
പണവും സ്വർണവും അതും ഇതൊക്കെ ഉണ്ടാകും. അതൊക്കെ എടുത്തുകൊണ്ട് എപ്പോഴാണ് നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്ന് കളയണതെന്ന് പറയാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് രേവതിക്കുട്ടി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമാവുക കേട്ടോ ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ ആ സ്ത്രീ വീണ്ടും പറയുന്നത്, ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിൽ വെച്ചോ, നിങ്ങൾ അവളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ സ്വാതന്ത്ര്യം അവൾക്ക് കൊടുക്കേണ്ട, നിങ്ങൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തേക്കാണ്. എവിടെ വേണമെങ്കിലും കയറി ഇറങ്ങാം, എന്ത് വേണമെങ്കിലും പറയാം ചെയ്യാം എന്നൊക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുത്തേക്കാണ്, അത്രയ്ക്കൊന്നും വേണ്ട എന്ന് അവർ പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമാവുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി കേട്ടു എന്നുള്ളത് ഗ്രേസമ്മയും മാമച്ചാനും കാണുക കേട്ടോ. അപ്പോൾ ഇവർ കാണുന്നുണ്ട്, അത് പറഞ്ഞിട്ട് അവർ പിന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്ക് അത് വിഷമമായി എന്നുള്ളത് മനസ്സിലായിട്ട് ഗ്രേസമ്മ അവളെ വിളിച്ചിട്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുമ്പോൾ, അല്ല ആൻറ്റി, ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്താലോ എന്ന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ പറയും, ഗ്രേസമ്മ പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട, നീ അതൊന്നും മനസ്സിൽ വെക്കേണ്ട, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്നെ ഞങ്ങൾക്കറിയാം, അത് മതി എന്ന് പറയണം. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നും കൂടി ഗ്രേസമ്മ പറയുന്നുണ്ട്. മാമച്ചാനും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി അലീനയെ വിളിക്കുകയാണ്. അലീനയെ വിളിച്ചിട്ട് അവളുടെ വിഷമങ്ങളൊക്കെ പറയണം. പിന്നെ അത് മാത്രമല്ല, ഷെറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ എപ്പോൾ വിളിച്ചാലും അലീനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അപ്പോൾ അലീന മിക്ക സമയത്ത് അത് സ്വിച്ച് ഓഫ് ആക്കി വെക്കാറുമുണ്ട്. ആരെയും വിളിക്കാനൊന്നും ഇല്ലല്ലോ. പിന്നെ എപ്പോഴെങ്കിലും ചില സമയത്ത് ഫോൺ കംപ്ലൈൻ്റ് ആയത് കാരണം ഓഫായി പോവാറുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ ഫോൺ ഓഫാക്കി വെക്കല്ലേ, ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആകെ ടെൻഷനാണ്. നമ്മളൊക്കെ ചത്ത് കിടന്നാൽ പോലും ആരും അറിയാനും ഇല്ല, ആരും തിരിഞ്ഞു നോക്കാനും ഇല്ലല്ലോ ചേച്ചി, നമ്മൾക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, എന്താ മോളെ എന്ത് പറ്റി, നിനക്ക് എന്താണ് ഇത്ര വിഷമം എന്ന് ചോദിക്കണം. ഒന്നുമില്ല ചേച്ചി, പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. ഇന്നലെ അങ്കിളിൻ്റെ സിസ്റ്ററും കുടുംബമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചില സംസാരങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും നീ മനസ്സിൽ വെക്കേണ്ട, അതൊക്കെ കണ്ടിട്ടാണ് ചേച്ചി അന്ന് നിന്നോട് പറഞ്ഞത്. എപ്പോഴും നമ്മളുടെ ഒരു നില നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നിന്നാൽ മതി, അതല്ലാതെ കൂടുതലാകുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം വരുന്നത് എന്നൊക്കെ പറയണം. ശരിയാ ചേച്ചി, ചേച്ചി അന്ന് പറഞ്ഞത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയണം. പിന്നെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു ഭയങ്കര സംഭവം ഉണ്ടായി എന്ന് പറയണം. എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ജോമോൻ ചേട്ടൻ്റെ മൊബൈൽ പരിശോധിച്ചു ചേച്ചി, അതിൽ നിന്നൊരു വലിയ വിവരം കിട്ടിയെന്ന് പറയണം. എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഷെറിൻ ചേച്ചി ഗർഭിണിയായിരുന്നു ചേച്ചി ജോമോൻ ചേട്ടൻ മരിക്കുമ്പോൾ എന്നുള്ള കാര്യം പറയണം. സത്യമാണോ നീ പറയണേന്ന് ചോദിക്കുമ്പോൾ, അതേ ചേച്ചി, പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇനി ആ ചേച്ചി കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടാവോ, അതല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒഴിവാക്കിയിട്ടുണ്ടാവോ, അഥവാ ഇനി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഒരു 4-4.5 വയസ്സ് 5 വയസ്സായ ഒരു കുഞ്ഞായിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ എന്ന് പറയണം. നമ്മുടെ ചിന്നുമോളുടെ അത്രയൊക്കെ ആയിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കുകയാണ് അലീന. ശരിയാണല്ലോ, നമ്മുടെ ചിന്നുമോൾക്ക് അതേ ഏജാണ്. അതേ ശരിയാ ചേച്ചി, നമ്മുടെ ചിന്നുമോളുടെ ഏജ് ആയിട്ടുണ്ടാവും ഇപ്പോൾ ആ കുഞ്ഞ്. അതിനിപ്പോൾ ആൺകൊച്ചാണോ ഇനി പെൺകൊച്ചാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അലീനയെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്.